الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഈ സൗദിയിലും അബുദാബിയിലും നടന്ന 2 അപകടങ്ങൾ, പിഞ്ചോമനകൾ മരണപ്പെട്ടു. ഇവിടെ നടന്ന അപകടത്തിൽ മാതാപിതാക്കളും അവരുടെ മക്കളും വല്യമ്മയും മരണപ്പെട്ടു. അബുദാബിയിൽ ആ മാതാപിതാക്കൾ അവശേഷിക്കുകയും ആ മക്കൾ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഖബറടക്കുകയും ചെയ്ത ഏറ്റവും വേദനകൾ നിറഞ്ഞ, മനസ്സ് വിങ്ങുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ശാന്തിയും സമാധാനവും മനസ്സിന് ബലവും കരുത്തും നൽകുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ അത് ഹൃദയത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ്. ആ മരണത്തെ എത്രത്തോളം എന്ന് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല, വർണ്ണിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കുട്ടിക്ക് ഒരു രാത്രി ഉറക്കം വരാതെ ഒന്ന് പ്രയാസപ്പെട്ടാൽ, അവനൊരു രോഗം വന്നൊരു പനി വന്ന് കിടന്നാൽ, അപ്പോൾ നമ്മളുടെ വിഷമം അപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക. അപ്പോൾ അത് മരണപ്പെട്ടാൽ എങ്ങനെയുണ്ടാകും? അല്ലാഹു അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇങ്ങനെ ഒരു പരീക്ഷണം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെയെല്ലാം ലോകത്ത് നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. നമ്മളിൽ പലരും അങ്ങനെയുണ്ട്, നമ്മുടെ ഇടയിൽ പലരും അങ്ങനെയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവർ, അതിൽ മക്കൾ എന്ന് പറയുമ്പോൾ തൻ്റെ സഹോദരന്മാരോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ഒന്നും മരണപ്പെടുന്നത് പോലെയല്ല. വിഷാദത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, മൗനത്തിൻ്റെ ചില വേളകളിലേക്ക് നമ്മളെ കൊണ്ടെത്തും അങ്ങനെയുള്ള ആളുകളെ. അവർക്ക് പിന്നീട് തിരിച്ച് കരകയറാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക്, നിശബ്ദമായി സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ എത്തിച്ചേരാറുണ്ട്. എന്നാൽ ഇസ്ലാം അങ്ങനെയുള്ള മാനസികമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനെ വിലക്കിയിട്ടുണ്ട്. അതിനുള്ള പരിഹാരങ്ങളും മാർഗങ്ങളും അല്ലാഹുവും അവൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമതായി, അങ്ങനെ പരീക്ഷിക്കപ്പെട്ടാൽ ആദ്യമായി നമ്മൾ ആ വാർത്ത കേൾക്കുമ്പോൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഇതിലെനിക്ക് നീ പ്രതിഫലം നൽകണേ റബ്ബേ. ഈ ഒരു ദുഃഖത്തിൽ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നോട് അങ്ങേയറ്റത്തെ പ്രതിഫലം ചോദിക്കുന്നു. അല്ലാഹു ഇതിന് ബദലായത്, ഇതിനേക്കാൾ നല്ലത്
നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഈ നമസ്കാരത്തിൽ തിരിഞ്ഞിരിക്കുന്ന പരിശുദ്ധമായ കഅബാലയം, ലോകത്തെവിടെയുള്ള ഒരു മുസ്ലിമും 5 നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ തിരിയുന്നത് ആ കഅബാലയത്തിലേക്കാണ്. ആ കഅബാലയം പടുത്തുയർത്തിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ അരിമ സന്താനം, ശുദ്ധ ഖുർആൻ ഒട്ടനവധി വട്ടം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന എടുത്തു കാണിക്കുന്നുണ്ട്. മക്കളില്ലാതെ വ്യസനിച്ച് വേദനയോടുകൂടി പ്രാർത്ഥിച്ച ആ കുടുംബം, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ തയ്യിബ, ആ പ്രാർത്ഥനയ്ക്ക് വാർദ്ധക്യത്തിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ നൽകിയ മകനാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ അള്ളാഹു ഇവിടെ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഫലമ്മാ ബലഅ മഅ സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അൻ അദ്ബഹുക. എൻ്റെ മകനെ, അള്ളാഹു എനിക്കിതാ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്, നിന്നെ ബലിയർപ്പിക്കണമെന്ന്. പിന്നീട് അള്ളാഹു അത് മാറ്റുകയും അവർ അതിന് ബദലായി ഒരു ബലിമൃഗത്തെ അറക്കുകയും പിന്നീട് അവർ പടുത്തുയർത്തിയ ആ കഅബാലയം, അതിലേക്ക് തിരിഞ്ഞ് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം പരീക്ഷണങ്ങൾ പ്രവാചകന്മാർക്ക് കടന്നുപോയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞത്, അത് അങ്ങേയറ്റത്തെ പരീക്ഷണമായിരുന്നു എന്നാണ്. ആറ്റുനോറ്റുണ്ടായ ഒരു മകനെ അറുക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമസന്താനമായിരുന്നു ഇബ്രാഹിം. മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. നമ്മൾ മദീനയിൽ പോകുമ്പോൾ നമസ്കരിക്കുന്ന ഖുബാ പള്ളി ഉണ്ടല്ലോ, ആ ഭാഗത്തായിരുന്നു ആ മകനും ഉമ്മയും താമസിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചപ്പോൾ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അടങ്ങുന്ന പ്രഗത്ഭരായ സഹാബികൾ പ്രവാചകന്റെ കൂടെയുണ്ട്. പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ഇബ്നി ഇബ്രാഹിം വഹുവ യജൂദു ബിനഫ്സിഹി ഫജഅലത് ഐന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തദ്രിഫാൻ. പ്രവാചകൻ ആ കുട്ടിയെ തന്റെ കൈകളിലേക്ക് എടുത്തു വെച്ചു. ശ്വാസം കിട്ടാതെ കുട്ടി പ്രയാസപ്പെടുന്നുണ്ട്, മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ചുംബിക്കുകയും മണപ്പിക്കുകയും ചെയ്തു. തന്റെ സിരകളിലേക്ക് ആ കുട്ടിയുടെ ഗന്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തി മണക്കുകയുണ്ടായി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്. പ്രവാചകന്റെ കണ്ണുകൾ കരയുന്നത് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, പ്രവാചകരെ, താങ്കളും കരയുകയാണ്? ഞങ്ങളോട് വിലക്കിയിട്ടില്ലേ പ്രവാചകരെ, താങ്കൾ കരയരുത്, ഇങ്ങനെയുള്ള വിഷമങ്ങളിൽ കരയരുത് എന്ന് താങ്കൾ വിലക്കിയിട്ടില്ലേ? പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് പഠിപ്പിച്ചു, ഇന്നൽ ഐന തദ്മഅ, കണ്ണ് നിറയും, വൽ ഖൽബു യഹ്സൻ, ഹൃദയം വിങ്ങും, വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. അതേ, കണ്ണ് നിറയും, മനസ്സ് തേങ്ങും, വിഷമിക്കും, പക്ഷേ അള്ളാഹുവിന് നിരക്കാത്തതൊന്നും പറയാൻ പാടില്ല. അതാണ് ഞാൻ നിങ്ങളെ വിലക്കിയത്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മനുഷ്യ സഹജമാണ്, അത് കാരുണ്യമാണ്. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തന്ന കാരുണ്യം, അതങ്ങനെയെല്ലാം ഉണ്ടാകും. പക്ഷേ അള്ളാഹുവിന് നിരക്കാത്തത് നാവിൽ നിന്ന് പറയരുത്. പല അപകടങ്ങളും നമ്മൾ കാണാറില്ലേ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി വന്ന ഒരു ഓട്ടോ മറിയുകയും അതിൽ നാനാ മതസ്ഥരിൽപ്പെട്ട ആളുകൾ, അവരുടെ മക്കൾ മരണപ്പെടുകയും ചെയ്തു. അതിലെ ചില വീഡിയോകൾ കണ്ടപ്പോൾ ആ മാതാപിതാക്കളുടെ നെഞ്ചത്തടിച്ചുള്ള മുടികൾ പിച്ചിപ്പറിച്ചുകൊണ്ടുള്ള ആ തേങ്ങൽ, അത് ഇസ്ലാം വിലക്കിയതാണ്. എന്നാൽ മനസ്സ്, കണ്ണ്, നമ്മുടെ എല്ലാം നമ്മൾ തളരും. പക്ഷെ ഒരിക്കലും അല്ലാഹുവിന് നിരക്കാത്ത ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഇസ്ലാം വിലക്കിയത്. സഹോദരന്മാരെ, അവിടെ നമ്മൾ ക്ഷമിച്ചാൽ, ആ ക്ഷമ കൈക്കൊണ്ടാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്.
ആ പ്രതിഫലങ്ങളാണ് അള്ളാഹുവും റസൂലും നമുക്ക് ക്ഷമ നൽകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്ന ഒട്ടനവധി റിവായത്തുകൾ വന്ന സംഭവങ്ങളുണ്ട്. അതിലൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി, മാ മിൻ കുന്ന മിൻ ഇംറഅത്തിൻ തുഖദ്ദിമു ബൈന യദൈഹ മിൻ വലദിഹ സലാസൻ ഇല്ലാ കാനൂ ലഹാ ഹിജാബൻ മിനൻ നാർ. നിങ്ങളിൽ ആരെങ്കിലും അവരുടെ 3 മക്കൾ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗമുണ്ട്. വഖാലത് ഇംറഅതൻ, അപ്പോൾ കൂട്ടത്തിൽ ഒരു സ്ത്രീ, അവരുടെ 2 മക്കളാണ് മരണപ്പെട്ടിരുന്നത്. അവർ വിഷമത്തോടുകൂടി പ്രവാചകനോട് പറഞ്ഞു, വല്ലിസ്നൈൻ വല്ലിസ്നൈൻ വല്ലിസ്നൈൻ, പ്രവാചകരെ 2 മരണപ്പെട്ടവർക്കും സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കും പ്രവാചകരെ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലിസ്നൈൻ വല്ലിസ്നൈൻ വല്ലിസ്നൈൻ, അതെ, 2 മരണപ്പെട്ടവർക്കും 2 മരണപ്പെട്ടവർക്കും 2 മരണപ്പെട്ടവർക്കും സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു സഹാബി, അദ്ദേഹം വരുമ്പോഴെല്ലാം കൂടെ മകനും ഉണ്ടായിരുന്നു. മകന്റെ കൈപിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്കും പള്ളിയിലേക്കും ആ മനുഷ്യൻ വന്നിരുന്നത് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ആ മനുഷ്യനെ കാണാതായി കുറച്ച് ദിവസങ്ങളായി. പിന്നീട് ആ മനുഷ്യൻ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൂടെ മകനില്ലായിരുന്നു, കുട്ടിയില്ലായിരുന്നു. പ്രവാചകൻ ചോദിച്ചു, എവിടെ നിന്റെ മകൻ? ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ മകൻ മരണപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചു, നിന്റെ മകൻ നാളെ സ്വർഗത്തിൽ ആ കവാടത്തിൽ നിന്നെ കാത്തു നിൽക്കുന്നത് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിന്നെ കാത്ത മകൻ ആ സ്വർഗത്തിന്റെ കവാടത്തിൽ ഉണ്ടാകും, നിനക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ട ഒരു സഹാബി കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടിരുന്നു. ആ സഹാബി ചോദിച്ചു, പ്രവാചകരെ, അത് അവന് മാത്രമാണോ, അതല്ലാതെ മക്കൾ മരണപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കുമുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, അതെ, എല്ലാവർക്കും, ലികുല്ലി ആം, എല്ലാവർക്കും. പണ്ഡിതന്മാർ ഈ ഹദീസുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഫദഖറൽ ജവാഖി മിനൻ നാർ യസ്ബുതു ബികറമില്ലാഹി വമിന്നി ലം യസ്ബിർ അലാ ഫഖദി വലദി വാഹിദ് വകുല്ലമാ സാദൽ അദദ് അളമ സവാബു വൽ അജ്ർ വഫദ്ലുല്ലാഹി വാസിഅ. ഒരു കുട്ടി മരണപ്പെട്ടാലും അല്ലാഹുവിന്റെ അടുക്കൽ ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട്. ഇനി അത് കൂടുതൽ മരണപ്പെടും തോറും, അങ്ങനെ കൂടുതൽ പരീക്ഷണങ്ങളും വേദനകളും സഹിക്കും തോറും അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള ഫദ്ലും ദറജകളും ഏറിക്കൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഈ ഹദീസുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്. ഇനി മറ്റൊരു സംഭവമുണ്ട്, ചരിത്രത്തിൽ മദീന മൊത്തം വിറങ്ങലിച്ചു നിന്ന ഒരു സംഭവം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ തൽഹയുടെ ഭാര്യ, അവരുടെ മകന് രോഗം വന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബൂ തൽഹക്ക് പുറത്തു പോകേണ്ടി വന്നു, യാത്ര പോകേണ്ടി വന്നു. ഈ സംഭവം വല്ലാത്തൊരു സംഭവമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹായ സംഭവമാണ്. മുസ്ലിമും ബുഖാരിയും സഹീഹയും രണ്ടും സഹീഹായ സംഭവമാണ്. സഹാബികൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അബൂ തൽഹ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മകൻ രോഗത്തിലാണ്, പ്രയാസത്തിലാണ്. അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടു. അങ്ങനെ അബൂ തൽഹ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഉമ്മു സലമ മറ്റുള്ളവരോട് പറഞ്ഞു, ലാ യദ്കുറു അഹദ് ദാലിക ലി അബീ തൽഹ, ആരും അബൂ തൽഹയോട് കുട്ടി മരണപ്പെട്ടതിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അങ്ങനെ അബൂ തൽഹ വീട്ടിലേക്ക് വന്നു. വസുഇലാൻ വലദി ഖാലത് ഹുവ അസ്കുൻ, മകനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, വൈകുന്നേരമാണ്, മകൻ സമാധാനത്തിലാണ് അവൻ. അബൂ തൽഹ വിശ്വസിച്ചു, മകൻ രോഗം മാറി സമാധാനമായി ഉറങ്ങുകയാണ് എന്ന്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർക്ക് അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും അണിഞ്ഞൊരുക്കുകയും ആ രാത്രിയിൽ അവർ സമാധാനമായി കിടന്നുറങ്ങുകയും ക്ഷയിക്കുകയും ചെയ്തു. സുപ്രഭാതമായപ്പോൾ ഫലമ്മ അസ്ബഹ ഖാലത് ലഹു ഇഹ്തസിബ് വലദക, സുബഹിക്ക് എഴുന്നേറ്റപ്പോൾ വാപ്പയോട് പറഞ്ഞു, നിന്റെ മകന്റെ കാര്യത്തിൽ നീ ക്ഷമ കാണിക്കുക, അള്ളാഹു നൽകിയ ഒരു ഹദിയ അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ട്. അബൂ തൽഹയെ സംബന്ധിച്ച് ഇത് വല്ലാത്തൊരു വിഷമവും പ്രയാസവുമായിരുന്നു.
അദ്ദേഹം നേരെ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാറക്കല്ലാഹു ലക്കുമാ ഫീ ലൈലത്തിക്കുമാ, അല്ലാഹു നിങ്ങൾക്ക് ആ രാത്രിയിൽ ഉണ്ടായത് ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ഉമ്മയുടെ സബറാണ് കാണിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന ഫലം കണ്ടു. അവർക്ക് പിന്നീട് ഒരു മകനുണ്ടായി. അബൂ ത്വൽഹ പറയുകയാണ്, ആ കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിയെ എടുത്തുകൊണ്ട് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. പ്രവാചകന്റെ മടിയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ അവനൊരു പേര് വിളിക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് പേര് വിളിച്ചു, അബ്ദുള്ള എന്ന്. പിന്നീട് ആ മകനിൽ 10ഓളം മക്കൾ. ഈ അബ്ദുള്ള, വളർന്നു വന്ന അബ്ദുള്ളയിൽ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ 10 മക്കളുണ്ട്. ഖുർആനും ഹദീസും പണ്ഡിതന്മാരായി തീർന്നു. സഹോദരന്മാരെ, പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിക്കുക. അള്ളാഹുവിനെ നിരക്കാത്തത് ചെയ്യാതിരിക്കുക, പറയാതിരിക്കുക. വിധി അത് ഈ ലോകത്ത് നടക്കുക തന്നെ ചെയ്യും. അതിൽ നമ്മൾ ക്ഷമ കാണിക്കുമ്പോൾ, ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിക്കുമ്പോൾ അള്ളാഹു നമ്മൾക്ക് ഖൈറുകളും ബർക്കത്തുകളും നൽകും. ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അവരുടെ മക്കളെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയിട്ടുണ്ട്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയെല്ലാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായി കീഴൊതുങ്ങുക, കൂടുതൽ അള്ളാഹുവിന് കീഴൊതുങ്ങുക, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. എന്തെന്നാൽ ആ മക്കളെ കുറിച്ചുള്ള ഓർമ്മയിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ വിഷാദത്തിലേക്ക് വീണുപോയി കഴിഞ്ഞാൽ അവിടെ പിശാചി എടുക്കുന്ന ചില പണികളുണ്ട്. അതെ, അതിരുവിട്ട ആഹ്ലാദങ്ങൾ എങ്ങനെ അള്ളാഹുവിനെ മറപ്പിക്കുന്നോ പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ്. അതിരുവിട്ട ആഹ്ലാദങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ, തുള്ളലുകൾ, അതെങ്ങനെ അള്ളാഹുവിനെ മറപ്പിക്കുന്നോ അതുപോലെ തന്നെയാണ് അഗാധമായ വിഷാദം, സങ്കടം. അത് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ പിശാചിട്ട് തരും. നമ്മൾ സൽക്കർമ്മങ്ങളിൽ നിന്ന് മാറിപ്പോകും. പിന്നീട് ഈ ഒരു പരീക്ഷണം, അതുകൊണ്ട് ഈ മക്കൾ നമുക്ക് തിരിച്ചു കിട്ടുമോ? നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ? ലാസ്റ്റ് ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പിശാച് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, കൂടുതലായി അല്ലാഹുവിനെ ഓർക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, നമസ്കരിക്കുക, വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന തൻ്റെ ചുറ്റുമുള്ള ആളുകളെ സഹായിക്കുക. എന്തെന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ വേദനകൾക്ക് അവിടെ ഒരു ആശ്വാസം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ ഉണർത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആരെങ്കിലും ക്ഷമിക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലമുണ്ട്. നബി മൂസ അൽ-അശ്അരി അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ മാത വലദുൽ അബ്ദ്, ആർക്കെങ്കിലും അവന്റെ മക്കളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഖാല അല്ലാഹു ലിൽ മലായിക ഖബൽതു വലദ അബ്ദി, അല്ലാഹു മരണത്തിന്റെ മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമയുടെ കുട്ടിയെ, മകനെ നീ പിടിച്ചോ, മകളെ നീ പിടിച്ചോ? ഫയഖുൽ നഅം, അതെ റബ്ബേ, ആ മക്കളുടെ ആത്മാക്കളെ ഞാൻ പിടിച്ചു. ഫഖുൽതു ഫഖബൽതു സമറത ഫുആദി, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നീ എന്റെ അടിമയുടെ ഹൃദയത്തിന്റെ വസന്തത്തെ നീ പിടിച്ചോ? ഫയഖുൽ നഅം, അതെ റബ്ബേ, അവന്റെ മക്കളെ, അവന്റെ ഹൃദയത്തിന്റെ വസന്തത്തെ പിടിച്ചു. ഫയഖൂൽ മാദാ ഖാല അബ്ദി, അല്ലാഹു ചോദിക്കും, ആ മരണ വാർത്ത കേട്ടപ്പോൾ ആ മാതാപിതാക്കൾ എന്താണ് പറഞ്ഞത്? ഫയഖൂൽ ഹമിദല്ലാഹ് വസ്തർജ, അവർ അല്ലാഹുവിനെ സ്തുതിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഫയഖൂലുല്ലാഹ് ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂ ബൈതൽ ഹംദ്, അവന് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് പണിയുക, ആ വീടിന് ഹംദ് എന്ന് നാമകരണം ചെയ്യുക. അതെ, ഈ അങ്ങേയറ്റത്തെ പ്രയാസത്തിന്റെ വേളയിലും അവർ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്ന, ആ അൽഹംദുലില്ലാഹ് എന്ന ഒരു വാക്കിന് അവർ കുറിച്ചു വെച്ചത് അല്ലാഹു അവിടെ പണിയാൻ പോകുന്നത് സ്വർഗത്തിലെ ഒരു ഭവനമാണ്. സഹോദരന്മാരെ, ആ മക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയെങ്കിൽ നമ്മളും ഈ ദുനിയാവിൽ നാളെ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ളവരാണ്. അതുകൊണ്ട് അവരുമായി കണ്ടുമുട്ടും എന്ന ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുക. പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക, വേദനിക്കുന്ന ആളുകളെ സഹായിക്കാൻ ഇറങ്ങുക. അങ്ങനെയെങ്കിൽ നമ്മുടെ വേദനയും പ്രയാസവും മാറുകയും അല്ലാഹു കൂടുതലായി നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുകയും ചെയ്യുക. ഈ പാഠങ്ങൾ നമുക്കുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസം വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ എങ്ങനെ, സഹിക്കാൻ എങ്ങനെ,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയും എന്നതിനുള്ള അധ്യാപനങ്ങളാണ്. അള്ളാഹു നമുക്കും ആ കുടുംബത്തിനും എല്ലാം മഹത്തായ പ്രതിഫലവും സ്വർഗവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് ഒരിക്കൽ കൂടി സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഈ ദുനിയാവിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുണ്ട്, മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഒരു മതം പഠിച്ച് അത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മറ്റെവിടെയും കിട്ടാത്ത ഒരു മനസ്സമാധാനവും ഒരു ഉറപ്പും ഒരു വിശ്വാസവും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ ഒരു സംഭവമാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ സംഭവം. അബി ഹസ്സാൻ ഖാല ഖുൽതു ലി അബി ഹുറൈറ. അബി ഹസ്സാൻ, അദ്ദേഹത്തിന്റെ 2 മക്കൾ മരണപ്പെട്ടു. വേദനയും സങ്കടവും പ്രയാസവുമായി ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ട സ്വഹാബിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇന്നഹു ഖദ് മാത ലി ഇബ്നാൻ ഫമാ അൻത മുഹദ്ദിസിൻ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദീസിൻ തുതയ്യിബു ബിഹി അൻഫുസനാ അൻ മൗതിനാ. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആ വീട്ടിലേക്ക് വന്നുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, എൻ്റെ 2 മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വേദനയും പ്രയാസവും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഈ വിഷയത്തിൽ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞതായി താങ്കൾ കേട്ടിട്ടുണ്ടോ? ഖാല നഅം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ പിടിച്ചു. സിഗാറുഹും ദആമീസുൽ ജന്ന, സിഗാറുഹും ദആമീസുൽ ജന്ന യൽതഖാ അഹദുഹും അബവൈഹി ഫയഖുദു ബിയദിഹി കമാ ആഖുദു അനാ ബിസിൻഫതി തൗബിക് ഹാദാ. അതെ, പ്രവാചകൻ പറഞ്ഞു, ആ മക്കൾ സ്വർഗത്തിന്റെ കവാടത്തിൽ നിങ്ങളെ കാത്തു നിൽക്കും. നാളെ മഹ്ശറയിൽ നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവർ ഓടി വന്ന് നിങ്ങളുടെ കൈകളിൽ പിടിക്കും. അതൊരിക്കലും അവർ വിടുകയില്ല. ഫലാ യതനാഹാ, നിങ്ങളുടെ കൈ അവർ വിടുകയില്ല. ഹത്താ യുദ്ഖിലുഹുല്ലാഹു വഅബാഹുൽ ജന്ന, അവന്റെ മാതാപിതാക്കളെ സ്വർഗത്തിലെത്തിക്കുന്നത് വരെ അവർ അല്ലാഹുവിന്റെ അടുക്കൽ തർക്കിച്ചുകൊണ്ടേയിരിക്കും. സഹോദരന്മാരെ, അങ്ങേയറ്റത്തെ പരീക്ഷണമാണ്. എന്നാൽ ഇത് വല്ലാത്തൊരു വാഗ്ദാനമാണ്. അങ്ങനെ പരീക്ഷിക്കപ്പെട്ടവർക്ക് ആ മക്കൾ ഷഫാഅത്തായി മാറും. നമ്മുടെ കൈകൾ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവർ തർക്കിക്കും, എൻ്റെ വാപ്പയും ഉമ്മയും സ്വർഗത്തിലേക്ക്, എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ ഒപ്പം സ്വർഗത്തിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പണ്ഡിതൻ പറഞ്ഞ 2 വരി കവിതകൾ കൊണ്ടാണ് ഈ ഖുത്വ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഫഇൻ കുന്ത തബ്കി ത്വലബൻ ലിനഫഇ, നിന്റെ മകന്റെ ഈ ലോകത്ത് അവൻ കളിച്ചു നടക്കേണ്ട അവന്റെ പ്രായത്തെയും അവൻ ഈ ലോകത്തിൽ ആസ്വദിക്കേണ്ട ആസ്വാദനങ്ങളെയും കുറിച്ച് മറ്റു മക്കളെ കാണുമ്പോൾ നിനക്ക് വേദനിക്കുന്നുവെങ്കിൽ, നിന്റെ മകനുണ്ടല്ലോ നേടിയെടുത്തത്, അത് ഇതിനേക്കാൾ മഹത്തരമായ സ്വർഗത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അവന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ കരയേണ്ടതില്ല. ഇനി നീ കരയുന്നത് നിന്റെ മകനെ ഓർത്ത്, നിന്റെ സ്വപ്നങ്ങൾ അവൻ മുഖേന നീ നേടിയെടുക്കാൻ പോകുന്ന, നീ നെയ്യാൻ പോകുന്ന സ്വപ്നങ്ങളായിരുന്നുവെങ്കിൽ,
ആ മകനുണ്ടല്ലോ നിനക്ക് ഈ ദുനിയാവിൽ നേടിത്തരാൻ കഴിയാത്തതിനേക്കാളപ്പുറം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു ഷാഫിയായി മാറിയിട്ടുണ്ട്. നാളെ നിനക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി അവൻ ശഫാഅത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് ആ മാതാപിതാക്കൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ മക്കളെ അള്ളാഹു ഇതുപോലെ സ്വർഗത്തിൽ അവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന, അവരെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കബൂലായ ഷാഫികളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു മാതാപിതാക്കൾക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ നിലക്ക് പരീക്ഷിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള സബർ പ്രദാനം ചെയ്യുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനും അവരുടെ വിഷാദവും മനസ്സിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഇത്തരത്തിൽ പരീക്ഷിക്കപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും നീ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണേ യാ അള്ളാഹ്. അള്ളാഹു ഇങ്ങനെയുള്ള വേദനകൾ ഞങ്ങളുടെ മേൽ ഇട്ടു തരല്ലേ യാ അള്ളാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വമിൻഹുമുൽ അഹ്യാഇ വൽ അംവാത്ത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين وقض الدين عن المدينين واشف مرضانا ومرضى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين.